അവിടെ കുഴൽക്കിണർ കുത്തി ഒന്ന് പരിശോധിക്കാൻ പറ്റുമവർക്ക്? പെപ്സി കമ്പനി നിലനിൽക്കുന്ന സ്ഥലത്ത് ഞാൻ വെല്ലുവിളിക്കുന്നു. എത്ര ആ കമ്പനി കുഴൽക്കിണർ കുഴിച്ചിട്ടുണ്ട്? UB ഉണ്ട്, പുതുശ്ശേരിയിലുണ്ട്, തൊട്ടടുത്ത് കഞ്ചിക്കോട് UBന്റെ ഫാക്ടറി, ബിയർ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്. എത്ര കുഴൽക്കിണറുണ്ടെന്ന് ജലവിഭവ വകുപ്പിനോ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിന്റെ ഏതെങ്കിലും കണക്കിനുണ്ടോ? ആ UB ഗ്രൂപ്പിന്റെ അകത്ത് എത്ര കുഴൽക്കിണറുണ്ടെന്ന് അവിടെ ജോലി ചെയ്യുന്നവർ പറയണം. നിരവധി കുഴൽക്കിണർ ഭൂമിയിൽ വെള്ളം ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുക. വെള്ളം ഉപയോഗിക്കില്ല, ഞങ്ങൾ വ്യവസായാടിസ്ഥാനത്തിലാണ് ഉപയോഗിക്കുന്നത്, കിൻഫ്രയെന്നാണ് കൊണ്ടുവരുന്നത് എന്ന് നമ്മളോടൊക്കെ പറയും. ചാനലുകാർ നിങ്ങളോടും പറയും. നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറ്റുമോ? മന്ത്രിസഭ യോഗം കിടക്കുന്നിടത്ത് നിങ്ങൾക്ക് കയറാം. ഈ കമ്പനിക്കാരുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? അവിടെ കോട്ട കെട്ടി പുറത്ത് തോക്കുമായിട്ടാണ് നിൽക്കുന്നത്. ആര്? അവിടെ സംരക്ഷിക്കാൻ വേണ്ടി തോക്ക് കൊടുത്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അവർക്ക് അകത്ത് അനധികൃതമായി കയറിയ വെടിവെക്കാൻ ലൈസൻസ് സർക്കാർ കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് കയറാൻ പറ്റുമോ? നിങ്ങളൊന്ന് കയറി നോക്കിയാൽ UBയിൽ. അപ്പോൾ 26 ഏക്കർ കൊടുത്താൽ, ഈ സ്ഥലം കോട്ട കെട്ടി അടച്ചാൽ അവിടേക്ക് പൊതുപ്രവർത്തകരായ ഞങ്ങൾക്കോ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾക്കോ കയറാൻ പറ്റില്ല. അവർ എത്ര ലക്ഷം വെള്ളം ഒരു ദിവസം ഊറ്റുമെന്ന് ഒരു കണക്കും പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു കമ്പനിക്ക്, ഒരു നിഗൂഢമായ കമ്പനിക്ക്, അഴിമതിക്കാരായ കമ്പനിക്ക്, നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവർത്തിച്ച കമ്പനിക്ക് പച്ചപ്പരവതാനി വെച്ച് രാജേഷിന്റെ വീട്ടിലോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലോ തുടങ്ങിക്കോട്ടെ, എലപ്പുള്ളി പഞ്ചായത്തിൽ ഈ കമ്പനി തുടങ്ങാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഏതറ്റം വരെ പോയാലും അതിന്റെ മറ്റേ അറ്റം വരെ പോവാൻ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ജനപ്രതിയായി ഞാനുണ്ടാകും. ഈ കമ്പനിയുടെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സമൂഹത്തോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഈ പൂട്ടിക്കിടക്കുന്ന മലബാർ ഡിസ്റ്റിലറീസ് ഉണ്ടല്ലോ, നിങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുള്ളത്, അത് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ നോക്ക്. ഇവിടേക്ക് 1 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്ക്.